ഇന്ന് 1 കിലോ ചെമ്മീൻ വാങ്ങിച്ചു കേട്ടോ. 300 രൂപയാണ് വില. നിങ്ങളുടെ അവിടെയൊക്കെ എത്രയാണ് ചെമ്മീൻ വില? അങ്ങനെ ദാ മേടിച്ചു കൊണ്ടുവന്ന ചെമ്മീൻ ഒരു പാത്രത്തിലേക്ക് ഇട്ടു. ചെമ്മീൻ കറി നല്ല ടേസ്റ്റ് ആണെങ്കിൽ നന്നാക്കാൻ അത്ര എളുപ്പമൊന്നല്ല കേട്ടോ. അങ്ങനെ ഞാൻ അമ്മയും കൂടി അതിന്റെ തൊണ്ടൊക്കെ കളഞ്ഞു. പിന്നെ അതിന്റെ താഴെയും മുകളിൽ ഇങ്ങനെ ഒരു കറുപ്പ് ഒരു ഞാരുണ്ട്, വഴുക്കാണ് കേട്ടോ. അത് നമ്മൾ കളയണം, അല്ലെങ്കിൽ വയറൊക്കെ വേദനിക്കും കേട്ടോ. അങ്ങനെ ദേ അതൊക്കെ കളഞ്ഞെടുത്ത് ഞാൻ കുറച്ച് വിനാഗിരിയിൽ കുറച്ച് നേരം ഇട്ട് വെച്ചു കേട്ടോ. വിനാഗിരി വെള്ളത്തിൽ അങ്ങനെയൊക്കെ നന്നായി കഴുകി എടുത്ത് വൃത്തിയായി. അങ്ങനെ അവസാനം ഒരു പാത്രത്തിലേക്ക് ചേർത്ത് കൊടുത്ത് അതിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും മുളക് പൊടിയും കൂടി ചേർത്ത് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി കുറച്ച് സവോള തൊലി കളഞ്ഞ് എടുക്കുകയാണ് കേട്ടോ. ഒന്ന് സവോളയിൽ റോസ്റ്റ് ചെയ്യാമെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. അങ്ങനെ സവോളയൊക്കെ വേഗം തൊലി കളഞ്ഞെടുത്ത് അതൊക്കെ നല്ല വൃത്തിയായി കഴുകി അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും ദേ ചട്ടി അടുപ്പത്ത് വെച്ച് അതിൽ കുറച്ച് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് ദേ നമ്മുടെ ചെമ്മീൻ നമുക്കൊന്ന് വറുത്തെടുക്കാം. അധികം മുരിഞ്ഞൊന്നും വരണ്ട കേട്ടോ, കാരണം അപ്പോൾ ഇങ്ങനെ റബ്ബർ പോലെ ആയിരിക്കും. ഇത് പാകത്തിന് ഒരു 5 മിനിറ്റ് ഒക്കെ മതി. അപ്പോഴേക്കും സവോളയൊക്കെ ഞാൻ അരിഞ്ഞെടുത്തു. ചെമ്മീൻ കുറച്ച് കഴിയുമ്പോൾ അതിലെ വെള്ളമൊക്കെ ഇറങ്ങി ദേ ഇതുപോലെ ആവും കേട്ടോ. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ വെള്ളമൊക്കെ വറ്റി നല്ല ഡ്രൈ ആയി വരും. അപ്പോൾ ഞാൻ കുറച്ച് നേരം അങ്ങനെ ദേ അവിടെ തന്നെ വെച്ചു. അങ്ങനെ നമ്മുടെ ചെമ്മീൻ റെഡി ആയി വന്നിട്ടുണ്ട്. അതൊക്കെ വാരി ദേ ഒരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ട് അതിൽ കുറച്ച് ഓയിലും കൂടി ചേർത്ത് കൊടുത്ത് നമ്മുടെ സവോളയും ചേർത്ത് കൊടുത്തിട്ട് അതിൽ തന്നെ കുറച്ച് ഉപ്പിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുകയാണ്. അങ്ങനെ സവോളയിൽ എന്താ പറയുക, ഇഞ്ചിയും പച്ചമുളകോ വെളുത്തുള്ളി അതൊക്കെ നമുക്ക് ചേർക്കാം. ഞാനിവിടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് മാത്രമേ ചേർക്കണുള്ളൂ കേട്ടോ. അങ്ങനത്തെ അതൊക്കെ വാടി വന്നപ്പോൾ ഒരു തക്കാളി അതിലേക്ക് അരിഞ്ഞു കൊടുക്കുന്നുണ്ട്. അച്ചുമോന് ഇവിടെ വേപ്പിലും മുളകൊന്നും ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ അധികം ചേർത്തില്ല. എങ്കിലും അവസാനം 2 കതിര് വേപ്പിൽ ഞാൻ ചേർത്തു കേട്ടോ. അങ്ങനെ ആ തക്കാളിയും ചേർത്ത് നന്നായിട്ട് വഴറ്റി അത് നന്നായി വാടി വരുമ്പോൾ നമുക്ക് എന്ത് ചേർക്കാം? പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുറച്ച് ഗരം മസാലയുടെ പൊടിയാണ് കേട്ടോ. അത്രയും ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മൂപ്പിച്ച് കൊടുക്കുക. നന്നായിട്ട് മൂത്ത് വരുമ്പോൾ നമുക്കതിൽ പാകത്തിന് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ കുറവാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അതൊക്കെ നന്നായി മൂത്ത് വന്നപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ച് നമ്മളതവിടെ വെക്കുക. അപ്പോൾ നന്നായി അത് വറ്റി നല്ല കുറുകുറുന്നനെ അടിപൊളി ടേസ്റ്റിൽ നമുക്ക് കിട്ടും. അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് എന്ത് ചേർത്ത് കൊടുക്കാം? നമ്മൾ വറുത്ത് മാറ്റി വെച്ചിരിക്കുന്ന ചെമ്മീൻ നമുക്ക് അതിലേക്ക് ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഈ ഒരു സമയത്താണ് ഞാൻ കുരുമുളക് പൊടി ചേർക്കാറുള്ളത് കേട്ടോ. കുരുമുളക് പൊടി ചേർത്ത് നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്ത് എടുത്താലുണ്ടല്ലോ എൻ്റെ പൊന്നു എന്ത് ടേസ്റ്റാണെന്നറിയോ. അവസാനം കറിവേപ്പിലയോ മല്ലിയിലയോ ഒക്കെ ചേർത്ത് നമുക്ക് ഗാർണിഷ് ചെയ്തെടുത്ത അടിപൊളിയാണ് കേട്ടോ.